ഒറ്റപ്പാലത്ത് യുവാവിനെ വെട്ടിക്കൊന്നു. കടമ്പഴിപ്പുറം സ്വദേശി രാംദാസാണ് മരിച്ചത്. സംഭവത്തിൽ അമ്പലപ്പാറ സ്വദേശി ഷൺമുഖനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷൺമുഖന്റെ കണ്ണമംഗലത്തെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. അശ്വിൻ പാലാഴി പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ്? കാരണം എന്താണ്? പോലീസ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നതെന്ന് വിവരങ്ങൾ എങ്ങനെ? അശ്വിൻ. റീജിത്ത്, ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ആദ്യം ഇതൊരു അക്രമമായി ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. 2 കാലുകൾക്കുമാണ് ആദ്യം വെട്ടേറ്റിരുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് അമ്പലപ്പാറ സ്വദേശി രാമദാസ് ആണ് മരിച്ചത്. 54 വയസ്സാണ് ഇയാൾക്കുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഷൺമുഖനാണ്, കണ്ണമംഗലം സ്വദേശി ഷൺമുഖനാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഈ ഷൺമുഖന്റെ വീട്ടിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഷൺമുഖനും രാംദാസും ബന്ധുക്കളാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നമാണോ ഈ ഒരു ആക്രമണത്തിലേക്കും ഒരു കൊലപാതകത്തിലേക്കും ഒക്കെ കലാശിച്ചത് എന്നുള്ള അന്വേഷണമാണ് പോലീസ് നിലവിൽ നടത്തുന്നത്. ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു വ്യക്തത അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. എന്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഈ സംഭവം നടക്കുമ്പോൾ രാംദാസും ഷൺമുഖനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാമദാസിനെയും ഷൺമുഖന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുകൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയാണ്. റീജിത്ത്, രാംദാസിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നടക്കം വിവരങ്ങൾ തേടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. അശ്വിൻ പാലാഴി പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.